സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പല സ്പാ സെൻ്ററുകളിലെയും നിത്യസന്ദർശകരിൽ ചില പോലീസുകാരുമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്ന് പതിവായി മാസപ്പടിയും കിട്ടും, പുറമെ മസാജിങ്ങും. തിരുവല്ല സ്പാ സെൻ്ററിലെ കൂട്ടബലാത്സംഗ കേസിലാണ് പോലീസിൻ്റെ അറപ്പുളവാക്കുന്ന ഇടപാടുകൾ പുറത്തുവന്നത്. ഗുണ്ടകളുമായി പോലീസിന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്പാ സെൻ്ററിൽ നിന്നും മാസപ്പടി പറ്റുന്നുണ്ടെന്നുമുള്ള ആക്ഷേപത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. അതിനിടെ കേസിലെ പല പ്രതികളും സംസ്ഥാനം വിട്ടെന്നാണ് സൂചന. ഒന്നാം പ്രതി മരണ സുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരെ മാത്രമാണ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവല്ല സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒന്നാം പ്രതി മരണ സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ദാസ് എന്നിവർ മാത്രമാണ് പിടിയിലായത്. കേസിൽ 6 പേരാണുള്ളത്. 4 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവർ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്നാണ് സൂചന. ഇവരുടെ മൊബൈൽ ഫോണുകൾ സംഭവം നടന്ന ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആണ്. സ്ഥാപന ഉടമയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പീഡനത്തിന് ഒത്താശ ചെയ്തെന്ന് ക്രൂരപീഡനത്തിനിരയായ സ്പായിലെ ജീവനക്കാരി ആരോപിച്ച സഹപ്രവർത്തകർക്കെതിരെയും പോലീസ് അന്വേഷണം നടത്തും. സഹപ്രവർത്തകയുടെ ആൺസുഹൃത്തിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ജീവനക്കാരി വ്യക്തമാക്കിയിരുന്നു. ഇതും പോലീസ് അന്വേഷിക്കും. തിരുവല്ലയിൽ ഗുണ്ടകളും പോലീസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ആരോപണം ശക്തമാണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററിൽ നിന്നും മാസപ്പടി വാങ്ങുന്നതായുള്ള ആരോപണവും വിശദമായി അന്വേഷിക്കാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.